ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഒരു ഇൻഡസ്ട്രി, എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് പ്രൊഡക്ടിവിറ്റി, എന്താണ് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത്, ഒരു ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് PPC പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്ന ആ ഒരു പ്രോസസ്സിന്റെ ആക്ടിവിറ്റീസ്, എന്തെല്ലാമാണ് ഒരു PPC ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെച്ചങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് അതിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ്. സോ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാവുന്നതാണ്. നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് അവിടെ പഠിക്കാൻ പോകുന്ന കാര്യം പ്ലാന്റ് ലൊക്കേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പ്രൊഡക്ഷനെ പറ്റിയിട്ടും അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഒരു ഇൻഡസ്ട്രിയിൽ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് എന്താണ് ഉണ്ടാവേണ്ടത്? ഒരു ഇൻഡസ്ട്രി ഉണ്ടാകണം, അല്ലെ? അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത് ആരാണ്? ആ ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ പണം ചെലവഴിക്കുന്ന അതിന്റെ മുതലാളിമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് ആണ്, അല്ലെ? അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഒരു കൂട്ടമാണ് ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആ ഒരു ഇൻഡസ്ട്രി എന്നുള്ള സ്വപ്നം കാണുന്നതും അതിനെ യാഥാർത്ഥ്യമാക്കുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടായി വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം, നമ്മുടെ കോളേജ് ആണെന്ന് ഉദ്ദേശിക്കാം. ഈ ഒരു കോളേജ് ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോളേജ് ഉണ്ടാക്കണം എന്ന് സ്വപ്നം കാണുന്ന ഇതിന്റെ ഓണേഴ്സ് ഇതിന്റെ ഒരു സ്ഥാപനത്തിന്റെ മുമ്പായി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, ഒരു കോളേജ് വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു കോളേജ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോളേജിന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ആ ഒരു ഇൻഡസ്ട്രി എവിടെ സ്ഥാപിക്കണം എന്നുള്ള സ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ ഇൻഡസ്ട്രിക്കും പ്ലാന്റ് ലൊക്കേഷന്റെ പ്രത്യേകതകൾ വേറെ വേറെ ആയിരിക്കും. ഒരു കോളേജ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ഒരു ഷർട്ടിന്റെ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു ചായപ്പൊടിയുടെ ടീ ഫാക്ടറിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും ഇൻഡസ്ട്രികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പയാണ് പ്ലാന്റ് ലൊക്കേഷൻ. അപ്പോൾ നോക്കൂ, എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്ലാന്റ് എന്താണെന്ന് അറിയണം, അല്ലെ? അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? എ പ്ലാന്റ് ഈസ് എ പ്ലേസ് where man, material, machines and money are brought together for manufacturing a product. എന്താണ് ഒരു പ്ലാന്റ്, എന്താണ് ഒരു ഓർഗനൈസേഷൻ, എന്താണ് ഒരു ഇൻഡസ്ട്രി? ഇൻഡസ്ട്രിക്ക് നമ്മൾ മുമ്പ് ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് മറ്റൊരു രീതിയിൽ. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ വലിയ ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേക കൺസെപ്റ്റിന് തന്നെ ധാരാളം ഡെഫിനിഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഇതിൽ ഏത് ഡെഫിനിഷൻസ് എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ശരി തന്നെയാണ്. അത് നിങ്ങൾക്ക് ഏതാണോ പഠിക്കുവാൻ എളുപ്പമുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ എന്താണ് ഇവിടെ പ്ലാന്റ് എന്ന് പറയുന്നത്? ഒരു സ്ഥലം. പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? മാൻ, മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് മണി. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങുന്ന ഒരു സ്ഥലത്തെ നമുക്ക് പ്ലാന്റ് എന്ന് വിളിക്കാം.
അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്വപ്നം കാണുന്ന മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യമാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാന്റ് ലൊക്കേഷൻ എന്ന് സിംപ്ലി നമുക്ക് പറയാനാണെങ്കിൽ ഒരു പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് പ്ലാന്റ് ലൊക്കേഷന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്? നിങ്ങൾ സ്ലൈഡിലേക്ക് നോക്കൂ. എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? പ്ലാന്റ് ലൊക്കേഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് where the plant should be located for maximum operating efficiency. എന്താണ് പറയുന്നത്? പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നതാണ് പ്ലാന്റ് ലൊക്കേഷൻ. എങ്ങനെയായിരിക്കണം ആ കമ്പനി ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തേണ്ടത്? ആ കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരുന്നാൽ മാക്സിമം എഫിഷ്യൻസി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുന്ന പ്രൊസീജിയറിനെയാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ? ഒന്നുകൂടി വായിച്ചു നോക്കൂ. എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ? ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് വേർ ദ പ്ലാന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഫോർ ഗെറ്റിംഗ് മാക്സിമം എഫിഷ്യൻസി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെല്ലാമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്? എന്താണ് ഒരു പ്ലാന്റ്, എന്താണ് ഒരു പ്ലാന്റ് ലൊക്കേഷൻ? ഒരു പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രിമിറ്റീവ് ഫംഗ്ഷൻ ഫോർ ദ മാനേജ്മെന്റ് ഫോർ മേക്കിംഗ് ആൻ ഇൻഡസ്ട്രി. പ്ലാന്റ് ലൊക്കേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് ലൊക്കേഷൻ. നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാ ഇൻഡസ്ട്രികൾക്കും ഒരു ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലം എടുത്താൽ പോരാ അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ടീ ഫാക്ടറിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കില്ല ചിലപ്പോൾ ഒരു ഡ്രസ്സിന്റെ ഇൻഡസ്ട്രിക്ക് നമ്മൾ എടുക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരിക്കില്ല നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് എടുക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരിക്കില്ല ചിലപ്പോൾ നമ്മളൊരു മിൽക്ക് ഇൻഡസ്ട്രിക്ക് എടുക്കുക. ഇത്തരത്തിലുള്ള യാതൊരു സവിശേഷതകളും ഇല്ലാത്ത മറ്റൊരു സ്ഥലമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു സോൾട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് എടുക്കുക അല്ലെ? ഓരോ ഇൻഡസ്ട്രിയും നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോർ ദ പ്ലാന്റ് ലൊക്കേഷൻ? എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് നോക്കൂ. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ലേബർ, അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ, ക്ലൈമറ്റിക് കണ്ടീഷൻ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫിനാൻഷ്യൽ ഫെസിലിറ്റി ആൻഡ് പബ്ലിക് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഒരു പ്ലാന്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് ഉള്ള സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഓരോ പോയിന്റുകളെ പറ്റിയിട്ടും വിശദമായി ചർച്ച ചെയ്യാം അല്ലെ? എന്താണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. എന്താണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് റോ മെറ്റീരിയൽ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് റോ മെറ്റീരിയൽ. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് ഏറ്റവും അടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻഡസ്ട്രി പണിയുകയാണെങ്കിൽ എന്തെല്ലാം മെച്ചങ്ങളാണ് നമുക്ക് ഉണ്ടാവുക? നമുക്ക് ആ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറയും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ നമുക്ക് കൂടുതൽ അളവിൽ വാങ്ങാൻ കഴിയും. തുടങ്ങിയിട്ടുള്ള മെച്ചങ്ങളെല്ലാം ഉണ്ടാവും അല്ലെ? അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്കുള്ള സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ ഈസിയായി അവൈലബിൾ ആകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇൻഡസ്ട്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് അടുത്ത പോയിന്റ് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. നമ്മൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി ഇരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ഉണ്ടാകണം. അല്ലാതെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആളുകൾക്ക് വരാനോ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വരാനോ ഉള്ള സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനു വേണ്ടി തന്നെ നമ്മൾ വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ? ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ബസ് സർവീസ് ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, മൊബൈൽ പോലെയുള്ളതോ ഫോൺ പോലെയുള്ളതോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകം ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വരും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്ട്രാ ചെലവായിട്ട് വരും. നമുക്കത് ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ അല്ലെ? അപ്പോൾ
ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി കൺവീനിയന്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ആ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായിരിക്കുമല്ലോ. എന്നാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താണ് അടുത്ത പോയിന്റ് പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ. അവൈലബിലിറ്റി ഓഫ് ലേബർ, നമ്മൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ധാരാളം ജോലിക്ക് പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പുറമെ നിന്നും ജോലിക്കാരെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെ എടുക്കുമ്പോൾ പുറമെ നിന്നും ഒരു ജോലിക്കാരൻ വരുമ്പോൾ അവർക്ക് എക്സ്ട്രാ നമ്മൾ ശമ്പളം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ അതിന് കോസ്റ്റ് നമ്മൾ അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് നൽകേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ലേബർ ഈസി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള പാഴ്ചെലവുകളെല്ലാം അല്ലെങ്കിൽ വേസ്റ്റ് കോസ്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ, കൃത്യമായിട്ട് പവറും ഫ്യൂവലും അല്ലെ, കൃത്യമായിട്ട് ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് പവർ, അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ സപ്ലൈ, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് അതിന്റെ കോസ്റ്റും പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെ. നോക്കൂ, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫിനാൻഷ്യൽ ഫെസിലിറ്റി, പബ്ലിക് സപ്പോർട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വളരെ ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഒരു ഐസ് ഫാക്ടറി ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ക്ലൈമറ്റിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൃത്യമായ ക്ലൈമറ്റിക് കണ്ടീഷൻ ഇല്ലെങ്കിൽ അവിടുത്തെ വർക്കിനത് ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും അതിനനുസരിച്ചിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി മോർ കൺവീനിയന്റ് ഫോർ പ്രൊഡക്ഷൻ. അടുത്തത് എന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ ഇല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷന്റെ യാതൊരു കാര്യങ്ങളും നടക്കില്ല. കൂടാതെ വർക്കേഴ്സിനുള്ള വെള്ളം കിട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാട്ടർ സപ്ലൈ നടത്തേണ്ടി വരും. ഇറ്റ് ഷുഡ് ബി ആൻ എക്സ്ട്രാ കോസ്റ്റ്. ദെൻ ഫിനാൻഷ്യൽ ഫെസിലിറ്റി ആൻഡ് പബ്ലിക് സപ്പോർട്ട്. നമ്മൾ ഏതൊരു സ്ഥലം തെരഞ്ഞെടുക്കുമ്പോഴും അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഒരു ഇൻഡസ്ട്രി അവിടെ ഫോം ചെയ്യുന്നതിൽ സമ്മതം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് അത് വലിയ ലീഗൽ ഇഷ്യൂസിലേക്ക് മാറാനും ആ ഇൻഡസ്ട്രി തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥകൾ ഉണ്ടാവാനുമുള്ള കാരണമായി മാറുന്നു. അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്കുള്ള ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അണ്ടർ പബ്ലിക് സപ്പോർട്ട്. സോ ഈ പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെല്ലാം പോയിന്റ്സ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാൻ ലൊക്കേഷനിൽ പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ലേബർ, അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ, ക്ലൈമറ്റിക് കണ്ടീഷൻ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫിനാൻഷ്യൽ ഫെസിലിറ്റി ആൻഡ് പബ്ലിക് സപ്പോർട്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ എന്താണ് നോക്കിയിട്ട് വന്നത്? എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടേക്കുള്ള പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ ഒരു പ്ലാന്റ് ഉണ്ടാക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. ഓരോ പ്ലാന്റിനും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങുന്നതിന്റെ അതേ കൺസ്ട്രക്ഷണൽ ഫീച്ചറിലായിരിക്കില്ല ഒരു കാറിന്റെ ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുക. അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ ഫീച്ചർ ആയിരിക്കില്ല ഒരു മിൽക്കിന്റെ ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുക. ഓരോ ഇൻഡസ്ട്രിക്കും അവിടെ നടക്കുന്ന പ്രൊഡക്ഷന്റെ ബേസിസിൽ അതിന്റെ കൺസ്ട്രക്ഷനിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൺസ്ട്രക്ഷണൽ ഫീച്ചറിനെയാണ് നമ്മൾ പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലാന്റ് ലേ ഔട്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കൂ. പ്ലാന്റ് ലേ ഔട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കൂ. Plant layout is an arrangement of facility and service in the plant. ഒരു പ്ലാന്റിലുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിരിക്കുന്ന മെത്തേഡിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഒരു ഇൻഡസ്ട്രിയിലുള്ള ഓരോ സാധനങ്ങളും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഒരു ഇൻഡസ്ട്രിയിൽ അവിടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതും അവിടെ വർക്ക് ചെയ്യുന്നവർക്കും
ഒരു ഇൻഡസ്ട്രിയിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളെ കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഒരു കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് ലേ ഔട്ട് എന്നതുകൊണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമ്മൾ എന്താണ് പറയുന്നത്? മറ്റൊരു ഡെഫിനിഷൻ കൂടി നമ്മൾ പറയുന്നു. നോക്കൂ, എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ടെക്നിക് ടു ലൊക്കേറ്റിംഗ് മെഷീൻ, പ്രോസസ് ആൻഡ് പ്ലാന്റ് സർവീസ് വിത്ത് ദ ഫാക്ടറി ഇൻ ഓർഡർ ടു സെക്യൂർ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ഔട്ട്പുട്ട്. എന്താണ് പറയുന്നത്? ഒരു ഗ്രേറ്റസ്റ്റ് പോസിബിൾ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി ആ കമ്പനിയിലുള്ള എല്ലാ മാൻ, മെഷീൻ തുടങ്ങിയിട്ടുള്ള പ്രോസസ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും ഒരു കൃത്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയാം എന്നാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ എന്താണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? പ്ലാന്റ് ലൊക്കേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഫെസിലിറ്റി ഇൻ എ പ്ലാന്റ്. അപ്പോ എന്താണത് ശരിക്കും? ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദാറ്റ് പ്ലാന്റ്. അപ്പോൾ ഒരു പ്ലാന്റ് ലേ ഔട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് ലേ ഔട്ട്. നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്കൊരു പ്ലാന്റിന്റെ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ഫെസിലിറ്റികളും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ വേണം പ്ലാന്റിന്റെ ലേ ഔട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, മാനേജ്മെന്റ് പോളിസി, manufacturing process, nature of the product, volume of the production, type of equipment, type of building, material handling and service facility. ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല. ഒന്ന് വായിച്ചു നോക്കൂ, എന്തെല്ലാമാണ് പറയുന്നത്. മാനേജ്മെന്റ് പോളിസി, ഒരു പ്ലാന്റിന്റെ ലൊക്കേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ലേ ഔട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു മാനേജ്മെന്റിന്റെ പോളിസി എന്താണ്, അവർ ഏത് രീതിയിലാണ് ആ പ്ലാന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ വേണം അതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ. പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്, അവിടെ ഏത് തരം പ്രൊഡക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത് അതിന്റെ ബേസിസിൽ വേണം ആ പ്ലാന്റിന്റെ ലൊക്കേഷൻ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഏത് നേച്ചറിൽ വരുന്നതാണ്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ, എത്രത്തോളം പ്രൊഡക്ഷൻ ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു അതിനനുസരിച്ച് വേണം ആ പ്ലാന്റിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും. ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ്, ഏതെല്ലാം തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ് വേണ്ടത്, അത് ഒരു നിലയാണോ, രണ്ട് നിലയാണോ, സിംഗിൾ സ്റ്റോറി, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണോ വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം അവിടെ പ്ലാന്റ് ലേ ഔട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, അവിടുത്തെ മെറ്റീരിയലിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നതിനനുസരിച്ച് പ്ലാൻ ലേ ഔട്ട് വ്യത്യസ്തമാകാം. പിന്നെ അവിടുത്തെ സർവീസ് ഫെസിലിറ്റി, ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ പ്ലാന്റ് ലേ ഔട്ട് തയ്യാറാക്കുന്നത്. സോ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് ലേ ഔട്ട് ആർ മാനേജ്മെന്റ് പോളിസി, മാനുഫാക്ചറിംഗ് പ്രോസസ്, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്, type of building, material handling and service.